രാജാധികാരത്തിൻ്റെ ചെങ്കോൽ മാറ്റി ജനാധിപത്യത്തിൻ്റെ കാവലായ ഭരണഘടനയാണ് പാർലമെൻറ്റിൽ വേണ്ടത്. കഴിഞ്ഞ പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെങ്കോൽ സ്ഥാപിച്ചതിനെതിരെ തുറന്നടിച്ച് സമാജ്വാദി പാർട്ടി MP RK ചൗധരി രംഗത്തെത്തിയിരിക്കുകയാണ്. लोकतंत्र का जो प्रतीक है संविधान है, लेकिन बीजेपी सरकार ने, खासकर जो पिछली सरकार है, मोदी जी के नेतृत्व में उस संसद भवन में जहां स्पीकर बैठते हैं दाहिनी तरफ ചെങ്കോൽ സ്ഥാപിत कर दिया है. ചെങ്കോൽ അവിടുന്ന് മാറ്റി പകരം ഭരണഘടനയുടെ പ്രതി ആ സ്ഥാനത്ത് വെക്കണമെന്നാണ് സ്പീക്കർക്കും പ്രോട്ടേം സ്പീക്കർക്കും നൽകിയ കത്തിൽ ചൗധരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ മുൻ മന്ത്രി കൂടിയാണ് ചൗധരി. രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും അധികാര ചിഹ്നമാണ് ചെങ്കോൽ എന്ന് ചൗധരി ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനയോട് യഥാർത്ഥമായ കൂറും വിശ്വാസവും പുലർത്തുമെന്നാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ സ്പീക്കറുടെ ചെയറിൻ്റെ വലതുവശത്ത് ചെങ്കോൽ കണ്ട് എനിക്ക് അതിശയം തോന്നി. സാർ, നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പരിശുദ്ധമായ രേഖയാണ്. ചെങ്കോലാകട്ടെ രാജാധിപത്യത്തിൻ്റെ സൂചകവും. നമ്മുടെ പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ്, അല്ലാതെ ഏതെങ്കിലും രാജാവിൻ്റെയോ ചക്രവർത്തി കുടുംബത്തിൻ്റെയോ കൊട്ടാരമല്ല. പാർലമെൻറ്റ് മന്ദിരത്തിൽ നിന്ന് ചെങ്കോൽ മാറ്റി പകരം ഭരണഘടനയുടെ ഭീമൻ പ്രതി ആ സ്ഥാനത്ത് സ്ഥാപിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇതായിരുന്നു ഉത്തർപ്രദേശിലെ മോഹൻലാൽ ഗഞ്ച് മണ്ഡലത്തിൽ നിന്നുള്ള MP ആയ ചൗധരിയുടെ കത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ BJP സർക്കാരാണ് സ്പീക്കറുടെ ചെയറിന് തൊട്ടടുത്തായി ചെങ്കോൽ സ്ഥാപിച്ചത്. ചെങ്കോൽ അഥവാ സെങ്കോൽ എന്നത് തമിഴ് വാക്കാണ്. അധികാരദണ്ഡ് എന്നാണ് അതിനർത്ഥം. രാജാക്കന്മാരുടെ കാലത്തു നിന്ന് സ്വാതന്ത്ര്യം നേടി നമ്മളിപ്പോൾ ജനാധിപത്യത്തിൻ്റെ രാജ്യമായിരിക്കുന്നു. ഇവിടുത്തെ സമ്മതിദാന അവകാശമുള്ള ഓരോ സ്ത്രീയും പുരുഷനുമൊക്കെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത്. രാജ്യം ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ അതോ രാജാവിൻ്റെ വടിയുടെ പിൻബലത്തിലാണോ മുന്നോട്ട് പോകുന്നതെന്ന് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ചൗധരി ചോദിച്ചു. ഈ ചോദ്യം ജനാധിപത്യ വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോയ മോദി സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ മണിക്കം ടാഗോറും ചൗധരിയുടെ വാദത്തെ പിന്തുണച്ചിരിക്കുകയാണ്. ചെങ്കോൽ എന്നത് രാജഭരണത്തിൻ്റെ പ്രതീകമാണെന്നത് വ്യക്തമാണ്. രാജഭരണമെല്ലാം എന്നേ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനാധിപത്യവും ഭരണഘടനയുമാണ് നമ്മൾ ആഘോഷിക്കേണ്ടതെന്ന് ടാഗോർ ചൂണ്ടിക്കാട്ടി. RJD MP-യും ലാലു പ്രസാദ് യാദവിൻ്റെ മകളുമായ മിസ ഭാരതിയും ഈ അഭിപ്രായം പങ്കുവെക്കുന്നു. ആര് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചാലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത്. तो अगर सिंगोल को लगाना ही चाहिए तो उसको म्यूजियम में रखना चाहिए जहां की देश के सभी लोग जाएं और वहां पे उसका दर्शन भी करें. 5 അടി നീളമുള്ള സ്വർണം പൂശിയ ചെങ്കോൽ രണ്ടാം മോദി സർക്കാരിൻ്റെ താൽപര്യാർത്ഥം കഴിഞ്ഞ വർഷമാണ് പാർലമെന്റിനകത്ത് സ്ഥാപിച്ചത്. രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും ആധുനികതയെയും കൂട്ടിയിണക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ചെങ്കോൽ സ്ഥാപിച്ചതെന്നായിരുന്നു അമിത്ഷാ ഉൾപ്പെടെയുള്ള BJP നേതാക്കളുടെ വാദം. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സഭക്കകത്തേക്ക് കയറിയ പ്രതിപക്ഷം വെറും നാടകം കളിക്കുകയാണെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണിത്. രാജാധികാരത്തിൻ്റെ ചെങ്കോൽ മാറ്റി ജനാധിപത്യത്തിൻ്റെ ഭരണഘടന സ്ഥാപിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല.